വെള്ളയപ്പത്തിനും അതുപോലെ ചപ്പാത്തിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 സവാള നേർങ്ങനെ ചീന്തിയിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട്. ഉള്ളി സോഫ്റ്റ് ആവാൻ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ പുഴുങ്ങിയിട്ട് വെച്ച മുട്ട ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ആവിയേറ്റെടുക്കാം. തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ